നാട്ടിലെ സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് വേണ്ടിയാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിലൊരു സമരം നടത്തുന്നത്. വീടിനകത്തേക്ക് ഒരു തവണ മുടങ്ങുമ്പോൾ എത്തുന്ന കളക്ഷൻ ഏജന്റുകൾ കറതീർന്ന ഗുണ്ടകളാണ്. അത്തരത്തിലുള്ള ഗുണ്ടകളെ റാന്നിക്കകത്ത് വീടുകളിലേക്ക് വരുന്ന അത്തരത്തിലുള്ള ഇസാഫിന്റെ കളക്ഷൻ ഏജന്റുമാരായ ഗുണ്ടകളെ തെരുവിൽ നേരിടാനാണ് ഡിവൈഎഫ്ഐയുടെ തീരുമാനം. അങ്ങനെ റാന്നിയിലെ ഏതെങ്കിലും വീടിനകത്ത് അത്തരത്തിലൊരു ഗുണ്ട കയറിക്കൊണ്ട് അവന്റെ മുട്ടുകാല് ഡിവൈഎഫ്ഐയുടെ റാന്നി ബ്ലോക്ക് കമ്മിറ്റി തള്ളി ഒടിച്ചിരിക്കും. അതുകൊണ്ട് ഈ സമരം കേരളത്തിലെമ്പാടും പടരേണ്ട സമരമാണ്. വലിയ പലിശ കൊടുത്ത് വീട്ടിനകത്തേക്ക് വന്ന് വീട്ടമ്മമാർക്ക് ലോൺ കൊടുത്തിട്ട് ഒരു തവണ മുടങ്ങിയാൽ ലീലയെ പോലെ നൂറുകണക്കിന് സ്ത്രീകളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന, കൊലപാതകത്തിലേക്ക് തള്ളിവിടുന്ന നിലയിലാണ് ഈ ബാങ്കുകൾ ചൂഷണം ചെയ്യുന്നത്. അതിനെതിരെ വലിയ സമരമാണ് ഇനി വരും ദിവസങ്ങളിൽ റാന്നിയിലും പത്തനംതിട്ടയിലും നടത്താൻ ഡിവൈഎഫ്ഐ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇന്ന് ഡിവൈഎഫ്ഐ ഇന്ന് ജില്ലയിൽ എല്ലാ തരത്തിലും ഇത്തരത്തിലുള്ള പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കുകയാണ്. അറിഞ്ഞു പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ ദിവസമാണ് ഒരു സ്ത്രീ ഇതേപോലെ കൊല്ലപ്പെട്ടത്. ഒരുപക്ഷെ അത് ആത്മഹത്യയല്ല, ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഇതൊരു കൊലപാതകമാണ്. ഇത് ഇത്തരം ബാങ്കുകളുടെ, മൈക്രോ ഫിനാൻസ് ബാങ്കുകളുടെ നെറുകേടിനെതിരെ വലിയ സമരം പത്തനംതിട്ട ജില്ലയിൽ ആകമാനം ഡിവൈഎഫ്ഐ ഉയർത്തിക്കൊണ്ടുവരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ തുടക്കത്തിലാണ് ഇന്ന് ജില്ലയിൽ ആകമാനം ഇത്തരത്തിലൊരു സമരത്തിന് ഡിവൈഎഫ്ഐ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഇവിടെ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഇസാഫിന്റെ ഗുണ്ടകളെ മാത്രമല്ല, ഇതിനകത്ത് ജോലി ചെയ്യുന്ന മാനേജറെ ഉൾപ്പെടെ ഈ ഷട്ടറിട്ട് അകത്തിരിക്കുകയുള്ളൂ. വെളിയിലേക്ക് പോകാത്ത നിലയിലേക്ക് തടഞ്ഞു വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രതിരോധിക്കുമെന്ന കാര്യമാണ് ഞങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഞങ്ങൾ ഈ നാട്ടിലെ ഡിവൈഎഫ്ഐ വളരെ ശക്തമായി തന്നെ സമരമായി മുന്നോട്ട് പോകും. കാരണം ഇത്തരത്തിലുള്ള ബാങ്കുകളെ പത്തനംതിട്ട ജില്ലയിലല്ല കേരളത്തിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത നിലയിലേക്ക് ശക്തമായ പോരാട്ടങ്ങൾക്ക് ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുത്ത് തന്നെ മുന്നോട്ട് പോകും. അതിന് പൊതുവിപ്ലവ പ്രസ്ഥാനം എല്ലാവിധമായിരിക്കുന്ന പിന്തുണയും നൽകും. തീർച്ചയായും. കാരണം ഗുണ്ടകളാണ്, PCC ഉൾപ്പെടെ പോലീസുകൾ നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഗുണ്ടകൾ വീട് കയറി വലിയ തോതിലുള്ള അക്രമം നടത്തിയാണ് ഇത്തരത്തിലുള്ള വീടുകൾക്കകത്ത് ഇപ്പോൾ ലീല എന്ന് പറയുന്ന ആൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നതും അതുകൊണ്ട് തന്നെ എങ്ങനെയും ചെറുത്ത് തോൽപ്പിക്കുമെന്നുള്ളതാണ്. ഇത്തരം ഗുണ്ടകളെ സമൂഹത്തിന് മുമ്പിൽ തുറന്നു വരുത്തി ചെറുത്ത് തോൽപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.